ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10ാമത്തെ എപ്പിസോഡ് കൊണ്ടുവന്നത് മൈൻക്രാഫ്റ്റ്. ഈ ഒരു 10ാമത്തെ എപ്പിസോഡാണ് വന്നിട്ടുള്ളത്. ഇത് 10ാമത്തെ എപ്പിസോഡാണ്. നമുക്ക് ഇതിലിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവിടെ കാണുക ഞാനൊരു കൂട്ടിച്ച വില്ലേജറില്ലേ, ഐറ്റങ്ങളൊക്കെ മാറ്റണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഐറ്റങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ ഗൈസ്, എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികൾക്കൊക്കെ കളർ വ്യത്യാസമുണ്ട്. ഇത് ഇപ്പോഴും ഡീസ്പോണായി പോയില്ല പഠിച്ചവനെ. ഇത് നോക്കിയ ഗൈസ്, 5-6 പാർട്ട് വഴിയിലായപ്പോൾ ഇതിനെ കാണിച്ചു തന്നെ. ഞാനിത് ഈ ഒരു അസ്ഥിക്കൂടത്തിൻ്റെ ഈ ഒരു കുതിരത്തിന് ഇത് കുറേ ദിവസമായിട്ട് അടുപ്പം കടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഡീസ്പോൺ അടിച്ച് പോയിട്ടില്ല. എന്തൊരു ഇടങ്ങാറ് അതിനെ കൊണ്ട്. അതിൻ്റെ അടുത്തേക്ക് പോയാൽ തന്നെ ചിലപ്പോൾ അവന് സ്കെൽറ്റനൊക്കെ സ്പോണാക്കും. അത് പോയി നോക്കണോ? നമ്മുടെ കയ്യിലാണെങ്കിൽ ഷീൽഡില്ലല്ലോ. ഇല്ല, ആവില്ല. പോയാൽ പണി കിട്ടും. എന്നാലും നോക്കാല്ലേ. ഇത് കുറേ ദിവസം കടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ നോക്കിയാ. ഞാൻ പറഞ്ഞ് എന്തെങ്കിലും വ്യത്യാസം നോക്കിയാ. ഡീസ്പോണാക്കുന്ന ചപ്പളേ തോന്നി, ഏറ്റവും സ്പോണാക്കി ചപ്പളേ തോന്നി കഴിഞ്ഞു. ഇപ്പോൾ അവിടെ കുറച്ച് നേരോട് നിന്നിട്ടുണ്ടെങ്കിൽ പോലും കച്ച് വേറെ കാല് വേറെ ആക്കിയില്ല. ഇപ്പം അങ്ങനെയല്ല, ചിലപ്പോൾ ഞാൻ മുള്ളമന്നിയാണോ മനുഷ്യനാണോ തിരിച്ചറിയാത്ത രീതിയിലാണ് കുഞ്ഞ് അമ്പിട്ട് കൊല്ലുന്നു. ഇപ്പം അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോയത് ഒരാൾ അവിടെ, ബാക്കിയുള്ളവർക്ക് അവിടെയാണോ ഓടിച്ചാൽ ഡീസ്പോൺ അടിച്ച് പോയി. പോയൊക്കെ അറിയുള്ളൂ ഡീസ്പോൺ അടിച്ച് പോയിക്കണല്ലേ. എവിടെ പോയിട്ടല്ല, നമുക്ക് ഇങ്ങോട്ട് തന്നെ പോവാം. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി ചാവേണ്ടി വരും. നമ്മൾ നമുക്ക് വേഗം രക്ഷപ്പെടാം. നമുക്കതാ നല്ലത്. ഇനി എന്ത് ചെയ്യും? അങ്ങനെ നമ്മളെ കേക്ക് പോകാനും പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടല്ലോ, 9ാമത്തെ എപ്പിസോഡിൽ ഇതിനപ്പുറത്ത് നേരെ ഒരു കൊക്കയാണുള്ളത്. അതൊക്കെ താണ്ട് ഇങ്ങനെ പോവുക. ഇനി പോയാൽ തന്നെ അടിയോടെ അടി. ആരും കാണണമെന്നില്ല, പക്ഷേ അറിഞ്ഞൊക്കെ അറിയുള്ളൂ ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നിൻ്റെത്. ഇറങ്ങി നോക്കണം, വെറുതെ വേണ്ടല്ലേ. ഒരു സ്ഥലത്തിന് അടികൊള്ളാനായിട്ട് ഞാൻ പോണത്. ചടികൊള്ളാൻ വെച്ച നോക്കിയിട്ട് ഇവിടെ ആൾക്കാരൊന്നും കാണാനില്ല. നമുക്കിത് ഓരോ ഭാഗത്ത് ഇവിടെ നിന്നുണ്ട് തന്നെ ടോർച്ച് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ടോർച്ചൊക്കെ ഇനി അതാകുമ്പോൾ ഈറ്റങ്ങളിവിടെ സ്പോണാവില്ല. ഇതാണ് ഒരിത്. താഴത്തേക്ക് ഇറങ്ങാൻ കാത്ത് കഴിഞ്ഞു തോന്നുന്നു. ഒക്കെ ഗോൾഡൻ ആർമറൊക്കെ ഇട്ടാണ് വരുന്നത്. അത് ഫുൾ ആർമർ. അതിലൊക്കെ നമുക്ക് മുകളിൽ പോകണതിനായിട്ട് എന്തൊരു കഷ്ടം. നോക്കിയാ വില്ലേജിൽ പോയാൽ അവിടെ സ്കെൽറ്റൻ്റെ ആറാട്ട്,
കേവ് പോയാൽ സോംബിയുടെ ആറാട്ട് വിശ്വയ്യ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി ചെയ്യാനുള്ളത് ഇവിടെയാണുള്ളത്. പക്ഷേ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ ഈ വള്ളങ്ങളൊക്കെ തടസ്സം വെച്ചാണ്ട് ഒഴുകിപ്പോയി പോയേ. ഇത് ഇവിടെ നിന്ന് പ്ലേസ് ചെയ്ത് എന്നിട്ടും പോകണില്ലല്ലോ വെള്ളം. പോണ്ട് ഇവിടെ നിന്ന് പ്ലേസ് ചെയ്താൽ ഇവിടെയും പ്ലേസ് ചെയ്താൽ ഇവിടെ പോകണില്ലല്ലോ വെള്ളം. ഇത് വെച്ച് എവിടെയെങ്കിലൊക്കെ തട്ടി. ഇത് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ വള്ളങ്ങളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അടിക്ക് പോകാൻ പറ്റും. അടിക്ക് പോയാൽ അവിടെ ചില ഭാഗത്തൊക്കെ ഞാൻ അയൺ കണ്ടെത്തിക്കണം. ആ അയൺ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ സോംബികളാണ് പ്രശ്നം. അവിടെ സോംബിയിലൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആണ് പണി. അല്ലാത്ത വേറെ പ്രശ്നമൊന്നുമില്ല നമുക്കവിടെ. നമുക്ക് സാൻഡൊക്കെ എടുത്താണ്ട് ഇതിലില്ല. ഇതിലാണ്ട് ഇതുമില്ലാണ്ട് ചുവതിലേക്ക് ഇത് എടുക്കണം. പക്ഷെ ചിലപ്പോൾ ആവശ്യം വരാൻ സാധ്യത ഉണ്ട്. എന്നാലും എടുക്കാം നമുക്ക്. ഒരു സ്റ്റേക്ക് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു സ്റ്റേക്ക് വെച്ചാൽ നമുക്ക് ഇവിടെ അടിഭാഗം ശരിയാക്കാതെ മുകൾ ഭാഗം അങ്ങോട്ട് ശരിയാക്കി പോകാം നമുക്ക്. സെറ്റായില്ലേ? വെള്ളമൊക്കെ പോയല്ലോ. ഓക്കെ, അപ്പോൾ സെറ്റായി. അപ്പോൾ സെറ്റ്. അങ്ങോട്ടുമില്ല. പക്ഷേ അങ്ങോട്ട് ഓണിന് മുന്നേ നമുക്കൊന്ന് കടത്ത് തുടങ്ങിയിട്ട് കഴിയുമ്പോൾ വരാം. ഓക്കെ, കടന്ന് തുടങ്ങിയിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യാം. അപ്പം ഓക്കെ ഗൈസ്, നമുക്ക് നേരെ ഈ ഒരു കേവിലോട്ട് പോയി നോക്കാം. ഇവിടെ ചിലപ്പോൾ നമ്മൾ പെടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ പെടാൻ സാധ്യതയില്ല എന്നും വരാം. എന്നാലും നമുക്ക് പോയേക്കാം. സോംബിയുടെ സൗണ്ട് എവിടെ നിന്നാണോ ഒന്നും അറിയില്ല. എവിടെ നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സോംബിയുടെ കേവിൻ്റെ ഉള്ളിൽ നിന്നാണോ തോന്നുന്നു. ഞടിക്കാറുണ്ട്. ഷോ ഏത് ഭാഗത്തുനിന്ന് ഇപ്പോൾ നമ്മൾ ഇറങ്ങുക? ഇവിടെ നിന്നാണ് ഇറങ്ങുക. ഇവിടെ നിന്നിങ്ങനെ ഇറങ്ങിയിട്ട് മറ്റേ മുകളിൽ കയറി പോകണം. ഇവിടെ എവിടെയൊക്കെയോ ഞാൻ അയാൾ എവിടെയോ ഒരു കണ്ട മാതിരി തോന്നിയല്ലോ. എവിടെയൊക്കെയോ വേണ്ട അതാക്കണം.
നാലാ മൂലൊക്കെ നല്ല ഒച്ചമുള്ളിലൊക്കെ നല്ല സോംബികൾ. ഇവിടെ എവിടെയോ ആയാലും കണ്ടിരുന്നല്ലോ. കുറച്ചുകൂടി അടിയിലാണത്. അടിയിൽ പോയാൽ പേടിയാണ്. അങ്ങോട്ട് പോയാൽ ആ ഒരു സാത്താൻ ചിലപ്പോൾ ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ ഒന്ന് നോക്കിയിട്ട് അയാളൊന്നും കാണില്ല. ഈ ഭാഗത്താണോ? ഈ സൈഡിൽ ചാടല്ലേ. ഇതിപ്പോൾ അങ്ങനെ ഇവിടെ വിട്ട പാണ്ഡൻ ചേട്ടൻ ഇവിടെ ഇങ്ങനെയോ ചിത്തി കേസ്. നമുക്കിപ്പോൾ അതല്ല, നമുക്കിപ്പോൾ ഇവിടെ അയണാണ് നമ്മൾ തപ്പിത്തേറ്റ വന്നത്. എവിടുന്നാ കണ്ടത്, എവിടെ കണ്ടതെന്ന് വെച്ചു ഒരു എത്തുമ്പോഴേ ഇതാക്കണം അവിടെ അങ്ങോട്ട് കാണുന്നുണ്ടെങ്കിൽ കേസ്. പക്ഷേ സൂമിനാണെന്നുണ്ടെങ്കിൽ ഇത് മൈൻക്രാഫ്റ്റ് ജാവയല്ല. മൈൻക്രാഫ്റ്റ് ജാവയിലാണെന്നുണ്ടെങ്കിൽ സൂം ചെയ്ത് നോക്കായിരുന്നു. ബെഡ്റോക്കിലും ഇങ്ങനെ സൂം ചെയ്തെന്ന് വെച്ചറിയില്ല. ഇപ്പം കാണുന്നുണ്ടോ ഗൈസ്? ഇവിടെ ഒന്ന് പിന്നെ വേറെ എവിടെ ഉണ്ട് കണ്ടിട്ട്. സോംബികൾ വരുന്നുണ്ടല്ലോ. സോംബികളൊന്നും വരല്ലേ. അതാ പറഞ്ഞു പോളച്ചി തന്നെ. അവിടെ ദൂരെ പോ. പക്ഷേ എങ്ങനെ എടുക്കുന്നതാണ് ഒരെത്തവും പേടിയും വെട്ടാത്ത. ഇവിടുന്ന് വരുന്ന വെള്ളത്തിൻ്റെ വരുന്ന വെള്ളത്തിൻ്റെ ഹോൾസേ നമ്മൾ കളയേണ്ടി വരും. നമ്മൾ ചെല്ലാട്ടെ, ചാടി ചെല്ലടേ. അങ്ങനെ കയറി അങ്ങോട്ട് പോണേ. ഒരാവശ്യം വരുമ്പോൾ പോണ ഓക്കെ സെറ്റ്. നമുക്ക് ഇവിടെ ഒരു ടോർച്ച് ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിലേ നമുക്ക് സോംബിയിൽ നിന്ന് അടി കിട്ടും. സോംബിയിൽ നിന്ന് അടി വേണമെങ്കിൽ നമുക്കിവിടെ സെറ്റാക്കി വെച്ചാൽ എന്തായി അടി കൊള്ളാതെ നമുക്കിവിടെ എന്താ ചെയ്യേണ്ടതെന്നതിലൊക്കെ അപ്പം എടുത്തിട്ട് പോകാം. ഇനിയിപ്പോൾ ഇത് അവിടുന്ന് തന്നെ വെള്ളമാണ് കുറച്ച്. ഇതെന്താ ക്ലിച്ചടിച്ച വെള്ളമാണ് തോന്നുന്നത്. ഇതാ പോണം. അങ്ങോട്ടല്ല ഇതാ പോണത്. ഇങ്ങോട്ടേ പോകണം. നിങ്ങൾ കയറിപ്പോ. ഇങ്ങോട്ടേ പോണത്. ഈ അടിയിലെത്തി. ഇത് ക്ലിച്ചടിച്ച വെള്ളമാണെന്നൊരു സംശയം അല്ല.
ഇത് ഇവിടുന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സാണ്. ഓക്കെ, നമുക്കിന്ന് അയം മൈൻഡ് ചെയ്തെടുക്കാം. നമുക്ക് അവിടെ അല്ല അടി എന്ന് പറയുമ്പോൾ ഇന്ന് മുകൾക്കാണ്. രണ്ടായനായി 3 4 ശരി, കുറച്ചുകൂടി ഇവിടെ ശ്രദ്ധിച്ചായിരുന്നു, പക്ഷേ മറന്നുപോയി. അപ്പോൾ അത്രയായി, മൊത്തം 5 അയനായിട്ടുള്ളൂ. ശരി, ഇനി നമുക്ക് അയണ്. ഇതിപ്പോൾ നമുക്ക് ഹെൽമെറ്റ് ഉണ്ടാക്കാൻ അയണായിട്ടുണ്ടോ? ഹെൽമെറ്റ് അല്ലെങ്കിൽ ബോട്ട്, അതിൽ അയണായിട്ടുണ്ടാവും. പക്ഷേ ഇത് പോരല്ലോ, വേണം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് പോയാൽ കിട്ടുമോ? ഒരു ടോർച്ച് വെച്ചാൽ കാണാൻ പറ്റുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും കോപ്പറുണ്ട്. കോപ്പറിൻ്റെ മതി, കോപ്പറിൻ്റെ ഇങ്ങനത്തെ ടൂൾസ് മതി തൽക്കാലത്തിന്. നമ്മൾ വുഡിൽ നിന്ന് നേരെ കോപ്പറിലെത്തി, കോപ്പറിൽ നിന്ന് നേരെ അയലിലോട്ട് എത്തണം. കാണുന്നില്ലല്ലോ ഗൈസ്. അവിടെ ഫ്ലിച്ച് അടിച്ചിട്ടുണ്ട് ചെറുതായിട്ട് തോന്നുന്നു. ആയിട്ടാണ് വെളിച്ചെന്ന് പകർന്ന് കിട്ടാനൊരു പണി. ഇവിടെ നിന്ന് നോക്കിയിട്ടൊന്നും കാണില്ല ഗൈസ്. നമുക്ക് ഇനി നിങ്ങൾക്ക് കയറിപ്പോൾ അതാണ് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ നമ്മളടി വാങ്ങി പോകും. മുകൾക്ക് കയറിപ്പോൾ നമുക്കിനി മുകൾക്ക് ആവശ്യം. ഇവിടെ നമ്മൾ നേരെ മുകൾക്കൂലേ? ഓ ശരി, ഓക്കെ, ഇവിടെ എത്തി. ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് പോയിട്ട് ഇവിടെ എത്തി. ഇവിടെ നിന്ന് ഇവിടെ നിന്നിട്ട് നേരെ ജമ്പ്, നല്ലൊരു ജമ്പ് പിടിച്ചാൻ പറ്റിയില്ല. ഓക്കെ ഗൈസ്, പിന്നെ നമുക്ക് ഒരു 5 അയൺ കിട്ടിയിട്ടുണ്ട്. നൈറ്റ് ഇപ്പോൾ നമ്മൾ എന്ത് ഉണ്ടാക്കും? അയൺ ടൂൾസ് ഉണ്ടാക്കണം. ഞാനിപ്പോൾ വരാം ഗൈസ്. ഞാൻ അവിടുന്ന് ആ സ്കെൽറ്റം ആർമികളൊക്കെ പോയിക്കണോട്ടെ, പോയിട്ട് ഞാനിപ്പോൾ വരാം ഗൈസ്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ജന്മത്ത് അവിടെ നിന്ന് പോകുന്നു. പക്ഷേ എന്തൊരു കഷ്ടമാണ്. പിന്നെ ഗൈസ്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരപ്പം ഇവിടെ പോയത്? ക്രീപ്പർ അല്ലേ? അയ്യോ, ക്രീപ്പർ ചേട്ടൻ എന്നെ കാണാമോ? ക്രീപ്പർ ചേട്ടൻ എന്നെ കാണാൻ പറ്റുന്നില്ല തോന്നുന്നു. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എപ്പോഴോ പൊടിച്ച് തീർച്ചയായും പുറത്തൊക്കെ ഇറങ്ങണോ? പുറത്തൊക്കെ ഇറങ്ങിയാൽ അപ്പുറത്തൂടെ വരുമോ? പഠിച്ചോനറിയാം. എന്ത് ചെയ്യും ഗൈസ്? എന്തോ ഇവിടെ എത്തിയവൻ കുരുത്തം കേട്ടവൻ. വണ്ടി പോടാ കൊച്ചു ചേർക്ക. ഞാൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോന്നൊരു സംശയം. പക്ഷെ ഇതെന്ത് ചെയ്യും ഗൈസ്? ഇത് ആ സ്കെൽറ്റൻ എങ്ങനെയാലും നമുക്ക് അയൺ നമുക്ക് സ്മെൽറ്റ് ചെയ്തെടുക്കാം. അയണിട്ട് കിട്ടിയ അയണൊക്കെ നമുക്ക് ഒന്ന് സ്മെൽറ്റ് ചെയ്തെടുക്കാം. സ്മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളെ മീറ്റ് ആയി ഗൈസ്. അപ്പോൾ ഗൈസ്, ഒരു 5 അയൺ ഇട്ടിട്ടുണ്ട്.
നമുക്ക് ഫസ്റ്റ് തന്നെ ഷീൽഡ് ഉണ്ടാക്കാൻ ഞാൻ വുഡ് നമ്മളിത് ഇല്ലല്ലോ. ഇല്ല നമുക്ക് നേരെ വുഡ് എടുത്തിട്ട് ഓട് ഈ ബോക്സിലുണ്ടോ? ഒരു ബോക്സിലൊന്നുമില്ല. ഇതിലാണ് ആദ്യം. ഓക്കെ, ഇതാകുമ്പോൾ ഭയങ്കര സിമ്പിളാണ് കേസ്. നമുക്ക് മുകളിലേക്ക് വരാനും മടിക്ക് ഇറങ്ങാനും ഒരു സിമ്പിളാണ്. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിറങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ് കോണി വെച്ചുകൊണ്ട് വെക്കുമ്പോൾ. ഒരു ഷീൽഡുണ്ടാക്കി നമുക്കിപ്പോൾ വേണമെങ്കിൽ അയണൊക്കെ ഉണ്ടാക്കാൻ പറ്റും. തിരക്കാലത്ത് പോയി നമുക്കിത് മതി. ഇതിനെന്ന് വെച്ചാൽ ഓരെങ്ങനെയും ആക്രമിച്ചാൻ പറ്റുമോ നോട്ടെ. പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം. പക്ഷേ അതിന് പെരൻ്റെ പുറത്ത് ഇറങ്ങാനായിക്കണ്ടേ ഈ ക്രീപ്പർ ഒന്ന്. ഓക്കെ, പെരൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കാണ് ഇവർ ചെയ്താൽ. അവിടെ ഓക്കെയാ കേട്ടോ. നമ്മളെ പെരൻ്റെ ഉള്ളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ അയക്കണില്ലല്ലോ ഈ ഒരു സാധനങ്ങളൊക്കെ വാതിൻ്റെ ഇരുത്തിയിരിക്കുന്നത്. നടക്കുന്നു തോന്നുന്നില്ല ഗൈസ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു അവതാരോടെ വാതിക്കന്നെ നിൽക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഗൈസ് ഇത് ഡീസ്പോൺ അടിച്ച് പോയിട്ട് ഞങ്ങളെ മീറ്റ് ചെയ്യുക, അതാണ് നല്ലത് ഗൈസ്. ഇപ്പം നമുക്ക് തൽക്കാലത്തിൽ ഇങ്ങനെ ആക്കി വെക്കാല്ലേ. ഞാൻ ഇതിൻ്റെ മുന്നിലുള്ള ഈ പെട്ടികളൊക്കെ ഏതായാലും വെറുതെ ഒരു കാലായി കിടക്കുകയാണ് ഇവിടെ. അപ്പം ഞാൻ വിചാരിച്ചു ഇതേമാതിരി ഈ തലക്കത്തെ ഈ കണ്ണ് ഈ ഒരു അട്ടിക്ക് വെച്ചതല്ലേ, അതേമാതിരിയൊക്കെ ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചു. ഇതിങ്ങനെ ഓരോ ബോക്സ് ആക്കി വെച്ചതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇനി പുതിയ ബോക്സ് ഉണ്ടാക്കുമ്പോൾ നമുക്കിവിടെ പുതിയ ഇതേമാതിരി ഇങ്ങനെ അട്ടിക്കട്ടിക്കായിട്ട് വെക്കാൻ പറ്റും. അട്ടിക്കട്ടിക്കായിട്ട് വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചത്. ഞാൻ ക്രീപ്പർ പോയോ കേട്ടെ. ഇനി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത കളിയിൽ ചിലപ്പോൾ നോക്കേണ്ടി വരും. ഇവിടെ നോക്കിയിട്ടൊന്നും കാണില്ല. ഈ വാതിക്കൊന്നും അതല്ല കണ്ടോ. ഈ ചെയ്താരെന്താ പഠിച്ചവനെ ഡീസ്പോണിച്ച് പോകുന്നുണ്ടല്ലോ പഠിച്ചവനെ. ഇതാണ് ക്രീപ്പറിനെ കൊണ്ട് എൻ്റെ ഒരു ശല്യം ഗൈസ്. ഈ ക്രീപ്പറിനൊക്കെ ഈ മൈൻക്രാഫ്റ്റിനൊക്കെ അടിച്ചുവിടാനായിരിക്കും. ഓക്കെ, ഇത് പേരൻ്റെ ചുറ്റും കറങ്ങി കളിച്ചാണ്. ഇതിപ്പോൾ നമുക്കിത് പെരന്ന് പുറത്തിറങ്ങാനും വെച്ച അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒത്തിരിക്കുക. അപ്പോൾ ഇതെന്താ ചെയ്യുക ഇവനെ കൊണ്ട് കേസ്. ആർമറൊന്നുമില്ലല്ലോ. ആർമറൊന്നുമില്ല നമ്മളത്. അവിടെ നിന്ന് പോന്നപ്പോൾ അവിടുന്ന് നമുക്ക് കോപ്പർ എടുത്താൽ വാങ്ങിയില്ല കേസ്. കോപ്പറേറ്റ് നമുക്ക് ഒരു ആർമറൊക്കെ ഉണ്ടാക്കിയാണ്ട് ഇതാവായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും. ഇവനാണ് ഇന്ന് പരിന്ന് പുറത്തിറങ്ങാനും വയ്ക്കണില്ല. എന്ത് ചെയ്യും നോക്കിയത് ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഈ വാതിൻ്റെ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ബാക്ക് പോവുകയാണെങ്കിൽ സുഖമില്ലേ. ബാക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബാഗ് മുന്നിൽ പോയാണ്ട് എന്തെങ്കിലും കാട്ടായി. ആണെങ്കിൽ പേരൻ്റെ വാതിക്കൊന്നും മാറണമില്ല. പേരൻ്റെ ചുറ്റും പറ്റി ഇങ്ങനെ നടക്കുക. ഇവിടെ ഒന്നും കാണില്ലല്ലോ. എവിടെ പോവും? ഡീസ്പോൺ അടിച്ച് പോയോ? ക്രീപ്പർ ബോയ് അതവിടെ ബാക്കിൽ നേരെ. അയ്യോ
എന്താന്ന് വെച്ചാൽ വാതിലടച്ചാണ്ട് പോവാ. വാതിലടച്ചാണ്ട് പോയിട്ടില്ലെങ്കിൽ നേരെ ഇപ്പോൾ വീട്ടിലുള്ള കയറിക്കും. ചിലപ്പോൾ ഏതിലും മൂലൊക്കെ ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവുക. നമ്മളത് ഒന്ന് ശ്രദ്ധിച്ചാലാണ് ഉള്ളിലേക്കാണ് കയറി വയ്ക്കുമ്പോൾ നേരെ വന്നാണ് പൊട്ടിത്തെറിച്ച് ഒരാൾ വള്ളത്തിൽ നോക്കിയപ്പോൾ രാത്രി ആവാൻ അടി വരുന്ന പെട്ടെന്ന് നീന്തി പോ. എന്തൊരു കഷ്ടം നോക്കിയപ്പോൾ പരിന്ന് ഇറങ്ങാൻ വിചാരിച്ചപ്പോൾ പരിന്ന് ഇറങ്ങാനും പറ്റില്ല. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ആ ഒരു ക്രീപ്പർ കാരണമാണ് തീട്ട ക്രീപ്പർ കാരണം ഇപ്പോൾ നമുക്ക് പരിന്ന് പുറത്തിറങ്ങാനും പറ്റില്ല. പരിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ രാത്രിയായും ചെയ്ത് ഒരു ക്രീപ്പറിനെ കൊണ്ട് വല്ലാത്തൊരു വലിയ ഇടങ്ങാനായി. പൊട്ടിത്തെറിച്ചടിയാനല്ല കുഴപ്പം കഴിച്ച് നമുക്ക് നമ്മളിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി എടുത്തില്ലേ, അത് നശിപ്പിച്ചോന്നല്ലോ പേടിച്ചിട്ടാണ് ഞാൻ പരിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ കുഴപ്പമില്ലല്ലോ ഡീസ്പോൺ അടിച്ച് പോയോണ്ട്. ഏതായാലും ഇവരെ കൊണ്ടൊരു ഫൈറ്റ് നോക്കട്ടെ. കഴിയുമെങ്കിൽ എന്താവാം. അതിന് മുന്നേ നമുക്ക് കയ്യിലുള്ള സാധനങ്ങളൊക്കെ ബോക്സിലാക്കിയിട്ട് വരാം കേട്ടോ ഗൈസ്. എപ്പോൾ വരാം ഗൈസ്. നമുക്ക് ഞാൻ കയ്യിലെ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാൻ നോക്കിയപ്പോൾ നമ്മൾ ബോക്സിൽ നമ്മൾ അന്നുണ്ടാക്കിയൊരു ഇത് കണ്ടായിരുന്നു, ബോൺ മറ്റേ അമ്പ് കണ്ടിരുന്നു. ബില്ല് നമുക്ക് 7 ഉണ്ട്. ഇനി നമുക്ക് നേരെ ആ ഒരു ഇതിലോട്ട് പോവാന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരാളെ കൊന്നിട്ടാൽ മതിയാവില്ല. പക്ഷെ ഓടിയിൽ നമ്മൾ പവർഫുള്ളായിട്ടുള്ള ബോയാണ്. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ നമുക്ക് അടിച്ചിടാൻ പറ്റുന്നുണ്ടോ? എന്നാലും ഓലെന്താ കത്തിപ്പോവാത്ത കേസ്? ഒരു കത്തി പോകണ്ടല്ലേ? ഇവിടെ നിന്ന് അടിച്ചിടാൻ പറ്റുന്നുണ്ടോട്ടെ? ഇല്ല കേസ്, കുറച്ചും കുതിര ഡെഡായി. ഇനി ഒരു സ്കെൽറ്റൻ്റെ കാര്യത്തിൽ ആ ഒരു പട്ടി നോക്കിക്കോളൂ. അത് നമ്മൾ പറ്റുന്നില്ല, കാരണം സ്കെൽറ്റനും പട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ആ പട്ടീനെ കൊല്ലുമോ? പട്ടീനെ കൊല്ലണേ മുന്നേ നമുക്ക് വെറുതെ അല്ല അയണ ഹെൽമെറ്റ് ഇടണം. വെറുതെ അല്ല ചാവാത്തത്, ടീസ്പൂൺ അടിച്ച് പോവാത്തത്. അവതാരം ഒരു വള്ളത്തിലുണ്ടായിരുന്നല്ലോ, പോയ ഇതെങ്ങോട്ടേ പോണത്? നേരെ പോകാറിപ്പോൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് വരിക. നമുക്ക് ഒളിച്ചെന്നാണ്ട് കൊല്ലാം. പോയില്ല, അവിടെ മറ്റേത് മാത്രമേ ഉള്ളൂ. ഇത് കൊണ്ടില്ല. നമ്മളിതിന് ആ ഒരു അതും കൊണ്ടില്ല. അവിടെ അതിൽ പോയില്ല.
അപ്പം നമ്മൾ എന്ത് ചെയ്യും, നേരെ യുദ്ധത്തിനിറങ്ങും ഗൈസ്. അപ്പം ഈ യുദ്ധം കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്യുക, കാരണം അധികം ടൈമില്ല. അപ്പോൾ അതിനാണ്ടില്ല എത്രയായി, അതുകൊണ്ട് ഗൈസ് സോറി. അപ്പോൾ ഗൈസ് കഠിനമായിട്ടുള്ള അധ്വാനം കൊണ്ട് നമ്മുടെ അവിടുത്തെ സ്കെൽറ്റനൊക്കെ അടിച്ചിട്ട്, പിന്നെ 2-3 സ്കെൽറ്റനും കുതിരയും വെള്ളത്തിലടിയിലായതുകൊണ്ട് അത് കുറച്ച് ഈസിയായി. പിന്നെ 2 റണ്ടേന് അവിടെ മുകളിലുണ്ടായതുകൊണ്ട് മറ്റ് 2 അസ്ഥികളോ കൊന്നുകൊണ്ട് 2 ബോൾ അമ്പിട്ടി ഞാൻ കൊന്നു. അപ്പം ഇനി നമുക്ക് ഇബലെ കാര്യമാണ് ഇബൽ ഇന്നത്തെ വില്ലേജറാണ് ഉണ്ടാവുന്നത്. അപ്പം എന്ത് ചെയ്യും, ഇങ്ങനത്തെ വില്ലേജറല്ലേ നമുക്ക് വേണ്ടി തൂക്കിയാൽ. ഇതല്ല സ്പോഞ്ച് ബോംബിൻ്റെ നാട്ടിലത്തെ ആൾക്കാരാണ് ഓടുന്നു. സ്പോഞ്ച് ബോബ് ഇല്ല, ഓരോ നാട്ടിലത്തെ ആൾക്കാരാണ് ഓടുന്നു ഇബല്. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരെ വേണ്ട. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ഒഴിവാക്കണം ഗൈസ്. ഇന്നത്തെ കൂടെ എത്ര ഉള്ളൂ ഗൈസ്.